എടാ ഇന്നലെ നടന്ന മത്സരത്തില് പെനാൽറ്റി വീണ് കിട്ടിയപ്പോൾ ആ ഒരു പെനാൽറ്റി പുറത്തേക്കടിച്ച മെസ്സിയെ വിമർശിച്ച് ഉറഞ്ഞു തുള്ളുന്ന ആളുകളോടാണ് പറയാനുള്ളത്. എണ്ണം പറഞ്ഞ കിടുക്കാച്ചി 2 ഗോളും അടിച്ചിട്ടാണ് ഇന്നലെ മെസ്സി കളം വിടുന്നത്. അതും ഇന്നലത്തെ മത്സരത്തിലെ ആദ്യത്തെ ഗോള് 38-ാം മിനിറ്റിൽ മെസ്സി അടിക്കുമ്പോൾ മെസ്സിയുടെ പ്രായം എന്ന് പറയുന്നത് 39ന്റെ പടിവാതിൽക്കലാണ്. കളി അവസാനിക്കാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ ഇഞ്ചുറി ടൈമിൽ മെസ്സി 2ാമത്തെ ഗോൾ അടിക്കുമ്പോൾ 18ാമത്തെ ഗോള്, ഇന്നലത്തെ കളിയിലെ 2ാമത്തെ ഗോള്, അതുപോലെ തന്നെ ഈ ഒരു വേൾഡ് കപ്പ് ടൂർണമെന്റിലെ 5ാമത്തെ ഗോളുമായിട്ട് മെസ്സിയാണ് ഇപ്പൊ നിലവിൽ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ. ഇനിയും നിങ്ങൾ മെസ്സിയെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഗോൾ അടിച്ചു കഴിഞ്ഞാൽ മെസ്സി ഇരു കൈയും മുകളിലേക്ക് ഉയർത്തിയിട്ട് ഒരു സെലിബ്രേഷൻ ഉണ്ട്. എടാ കുട്ടിക്കാലത്ത് വളർച്ച മുരടിച്ച കാലുകൾക്ക് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ആ ഇഞ്ചക്ഷന്റെ പെയിൻ മാറുന്നത് വരെ മതിയാവോളം ഗ്രൗണ്ടിൽ കളിച്ച ബാലന്റെ പേരാണ് ലയണൽ മെസ്സി എന്ന് പറയുന്നത്. അന്ന് ആ ഒരു കുഞ്ഞു ലിയോ മെസ്സിയെ അത്രയും സപ്പോർട്ട് ചെയ്തത് മെസ്സിയുടെ ഗ്രാൻഡ് മദർ ആയിരുന്നു. ഇന്ന് മെസ്സി അടിക്കുന്ന ഓരോ ഗോളും ആ ഒരു ഗ്രാൻഡ് മദറിന് മെസ്സി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പരാജയങ്ങളും അതുപോലെ തന്നെ ഒരു രാജ്യത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ചുമലിലേറ്റിയപ്പോഴും അദ്ദേഹം തളർന്നു വീണില്ല. ഇന്ന് അദ്ദേഹം ഫുട്ബോളിൽ എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിയവനാണ്. രാജാവാണ്, മിഷിഹാണ്, ഗോട്ടാണ് സാക്ഷാൽ ലയണൽ മെസ്സി. ഓരോ കളിക്കാരും വിരമിക്കുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പക്ഷെ മെസ്സി എന്ന് പറയുന്ന ആ ഒരു ഇതിഹാസം ഫുട്ബോളിൽ നിന്ന് പടിയിറങ്ങി പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. മെസ്സിയെ പോലത്തെ ഒരു ഇതിഹാസം ഇനി ഫുട്ബോളിൽ ഉണ്ടാവുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ ഫാൻസുകാർക്കിടയിലൊക്കെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും എതിരഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടാവും, അത് സ്വാഭാവികം. പക്ഷെ അതെല്ലാം മാറ്റി നിർത്തിയിട്ട് സത്യസന്ധമായിട്ട് നിങ്ങളൊന്ന് പറഞ്ഞാൽ മെസ്സി തന്നെയല്ലേ ഫുട്ബോളിന്റെ രാജാവ് എന്ന് പറയുന്നത്? അതെ, മെസ്സി തന്നെയാണ് ഫുട്ബോളിന്റെ മിശിഹ. ഒരേ ഒരു രാജാവ് ലയണൽ മെസ്സി.